എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സൈക്കോളജി PYQൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ 30 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: നിശ്ചിത വിവരങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ക്രിയാമാർഗങ്ങളിലൂടെ ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് ഡാഷ്. ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ആൻസർ യൂസിങ് കാൽക്കുലേഷൻസ് ആൻഡ് ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ഓപ്ഷൻ ബി അൽഗോരിതം, ഓപ്ഷൻ സി അന്തർദൃഷ്ടി പഠനം ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ഓപ്ഷൻ ഡി ശ്രമപരാജയ രീതി ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അൽഗോരിതമാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം: ഡാനിയൽ ഗോൾമാൻ മുന്നോട്ട് വെച്ച വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? വിച്ച് കമ്പോണൻറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇമോഷണൽ ഇൻ്റലിജൻസ് അഡ്വക്കേറ്റഡ് ബൈ ഡാനിയൽ ഗോൾമാൻ? ഓപ്ഷൻ എ സ്വാവബോധം സെൽഫ് അവയർനെസ്, ഓപ്ഷൻ ബി അനുതാപം എമ്പതി, ഓപ്ഷൻ സി ആത്മബോധം സെൽഫ് എസ്റ്റീം, ഓപ്ഷൻ ഡി അഭിപ്രേരണ അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സെൽഫ് എസ്റ്റീം. മൂന്നാമത്തെ ചോദ്യം: ചാലക വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏത്? ഐഡൻറ്റിഫൈ ദ ഓപ്ഷൻ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ എ സ്ഥൂലപേശികളിൽ നിന്ന് സൂക്ഷ്മപേശികളിലേക്ക്, ലാർജ് മസിൽസ് ടു സ്മാൾ മസിൽസ്. ഓപ്ഷൻ ബി ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക്, സെഫാലോകോഡൽ ട്രെൻഡ്. ഓപ്ഷൻ സി ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്ക്, യൂണിലാറ്ററൽ ടു ബൈലാറ്ററൽ ട്രെൻഡ്. ഓപ്ഷൻ ഡി സ്ഥൂലചലനത്തിൽ നിന്നും സൂക്ഷ്മചലനത്തിലേക്ക്, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്ക് അല്ലെങ്കിൽ യൂണിലാറ്ററൽ ടു ബൈലാറ്ററൽ ട്രെൻഡാണ്. നാലാമത്തെ ചോദ്യം: സങ്കലിത വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഇതൊരു പ്രസ്താവന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത്: കുട്ടിയുടെ കഴിവുകൾ, പരിമിതികൾ എന്നിവ പരിഗണിച്ച് റിസോഴ്സ് ടീച്ചറിൻ്റെ സഹായത്തോടെ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്നു. ക്ലാസ് ടീച്ചർ പ്രൊവൈഡ്സ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആസ് പെർ ദ കപ്പാസിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് റിസോഴ്സ് ടീച്ചർ. അടുത്തത്: പ്രത്യേക സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുന്നു. ഗീവ്സ് എഡ്യൂക്കേഷൻ ഇൻ സ്പെഷ്യൽ സ്കൂൾസ്. മൂന്നാമത്: അയൽപക്ക സ്കൂളിൽ യാതൊരു വേർതിരിവുമില്ലാതെ പഠിപ്പിക്കുന്നു. ടീച്ച് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഇൻ നൈബറിംഗ് സ്കൂൾ. നാലാമത്: റിസോഴ്സ് ടീച്ചറിൻ്റെ സഹായത്തോടെ പ്രത്യേക ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നു. പ്രൊവൈഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് റിസോഴ്സ് ടീച്ചർ ഇൻ സ്പെഷ്യൽ ക്ലാസ് റൂം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ചൂസ് ദ റൈറ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ പ്രാഥമിക പഠനം തോണ്ടേക്ക് നിയമം, പ്രൈമറി ലാസ് ഓഫ് ലേണിംഗ് തോണ്ടേക്ക്. ഓപ്ഷൻ ബി ഉൾക്കാഴ്ച പഠനം ബ്രൂണർ. ഓപ്ഷൻ സി സാമൂഹിക സാംസ്കാരിക പഠനം പിയാഷെ, സോഷ്യോ കൾച്ചർ ലേണിംഗ് പിയാഷെ. ഓപ്ഷൻ ഡി കണ്ടെത്തൽ പഠനം വൈഗോട്സ്കി, ഡിസ്കവറി ലേണിംഗ് വൈഗോട്സ്കി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക പഠനം അല്ലെങ്കിൽ പ്രൈമറി ലോസ് ഓഫ് ലേണിംഗ് ബൈ തോണ്ടേക്ക്. ആറാമത്തെ ചോദ്യം: ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഐഡൻറ്റിഫൈ ദ ആൾട്ടർനേറ്റീവ് നോട്ട് കൺസിഡേർഡ് ആസ് ദ ബേസിക് ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി പ്രൊപ്പോസ്ഡ് ബൈ ടോറൻസ്. ഓപ്ഷൻ എ അഭിപ്രേരണ മോട്ടിവേഷൻ, ഓപ്ഷൻ ബി വാചാലത ഫ്ലുവൻസി, ഓപ്ഷൻ സി പ്രശ്നപരിഹരണ ശേഷി പ്രോബ്ലം സോൾവിംഗ്, ഓപ്ഷൻ ഡി ഉൾക്കാഴ്ച ഇൻറ്റ്യൂഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ. അടുത്ത ഏഴാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ നിന്നും അനുപൂരക വിദ്യാഭ്യാസം നൽകേണ്ട വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുക.
സെലക്ട് ദ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ് കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾ, സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ. ഓപ്ഷൻ ബി പ്രതിഭാശാലികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഓപ്ഷൻ സി സർഗപരതയുള്ള കുട്ടികൾ, ക്രിയേറ്റീവ് ചിൽഡ്രൻ. ഓപ്ഷൻ ഡി കുറ്റവാസനയുള്ള കുട്ടികൾ, ഡെലിൻക്വൻ്റ് ചിൽഡ്രൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ. അടുത്ത 8ാമത്തെ ചോദ്യം. പാഠപുസ്തകത്തിലെ പാത്രം കഴുകുന്ന അമ്മയുടെ ചിത്രം താഴെ പറയുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? The picture of the mother washing the dishes in the textbook indicates which of the following? ഓപ്ഷൻ എ ലിംഗസ്ഥിര രൂപം, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. ഓപ്ഷൻ ബി ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓപ്ഷൻ സി ലിംഗ മുൻവൃത്തി അല്ലെങ്കിൽ ജെൻഡർ ബയാസ്. ഓപ്ഷൻ ഡി ലിംഗസ്വത്വം അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് അല്ലെങ്കിൽ ലിംഗസ്ഥിര രൂപം. അടുത്ത 9ാമത്തെ ചോദ്യം. 1 വയസ്സുള്ള കുട്ടി തനിക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടം എടുക്കുന്നതിന് തൻ്റെ ശരീരം മുഴുവൻ അതിനടുത്തേക്ക് എത്തിക്കുന്നു. ഈ പ്രസ്താവന ഏത് വികാസ തത്വവുമായി ബന്ധപ്പെട്ടതാണ്? എ ചൈൽഡ് ഓഫ് 1 year old മൂവ്സ് ഹിസ് ബോഡി ആസ് എ വോൾ ടു ഹാവ് ദ ടോയ് ഹി ഡിസയേഴ്സ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ്? ഓപ്ഷൻ എ വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്, ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്. ഓപ്ഷൻ ബി വികാസം ക്രമീകൃതമാണ്, ഡെവലപ്മെൻറ്റ് ഈസ് ഓർഡർലി. ഓപ്ഷൻ സി വികാസം ശിരപാദാഭിമുഖ ക്രമം പാലിക്കുന്നു, ഡെവലപ്മെൻറ്റ് ഈസ് സെഫാലോകോഡൽ സീക്വൻസ്. ഓപ്ഷൻ ഡി വികാസം സ്ഥൂലത്തിൽ നിന്നും ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വികാസം സ്ഥൂലത്തിൽ നിന്നും ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. 10ാമത്തെ ചോദ്യം. പക്വവ്യക്തിത്വം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഐഡൻറ്റിഫൈ ദ സൈക്കോളജിസ്റ്റ് ഹൂ സജസ്റ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് മെച്വർ പേഴ്സണാലിറ്റി. ഓപ്ഷൻ എ കാൾ റോജേഴ്സ്. ഓപ്ഷൻ ബി എബ്രഹാം മാസ്ലോ. ഓപ്ഷൻ സി GW ആൽപോർട്ട്. ഓപ്ഷൻ ഡി RB കാറ്റൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി GW ആൽപോർട്ട്. 11ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ നിന്നും സാമൂഹ്യജ്ഞാന നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് ദ കൺസെപ്റ്റ്സ് ബേസ്ഡ് ഓൺ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഫ്രം ദ ഓപ്ഷൻസ് ഗീവൺ ബിലോ. അതിലൊന്നാമത്തെ ഉയർന്ന തലത്തിലുള്ള ചിന്ത, ഹയർ ലെവൽ തിങ്കിങ്. രണ്ടാമത് ആവർത്തനമാണ് പഠനം, ലേണിംഗ് ഈസ് റെപ്പറ്റീഷൻ. അതിൽ മൂന്നാമത് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, മെറ്റാകോഗ്നിഷൻ. നാലാമത് പര്യവേഷണം, പരീക്ഷണം, എക്സ്പ്ലറേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ. ഇതിൽ ഓപ്ഷൻ എ 1, 2 ശരിയാണ്. ഓപ്ഷൻ ബി 1, 3 തെറ്റാണ്. ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി 2, 3, 4 ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആലേഖന വൈകല്യത്തിൽ ഉൾപ്പെടാത്ത പഠന പ്രശ്നമേത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലേണിംഗ് പ്രോബ്ലം വിത്ത് ഡിസ്ഗ്രാഫിയ? ഓപ്ഷൻ എ എഴുതുമ്പോൾ വാക്കുകൾ പരസ്പരം മാറിപ്പോകുന്നു, വെൻ റൈറ്റിംഗ് വേർഡ്സ് ആർ ഇൻ്റർചേഞ്ചബിൾ. ഓപ്ഷൻ ബി ചില വാക്കുകൾ എഴുതുമ്പോൾ വിട്ടുപോകുന്നു, മിസ്സിംഗ് സം വേർഡ്സ് വൈൽ റൈറ്റിംഗ്. ഓപ്ഷൻ സി തപ്പിയും തടഞ്ഞും വായിക്കുന്നു, റീഡിംഗ് ഇൻ സ്റ്റംബിൾഡ് വേ. ഓപ്ഷൻ ഡി ഇവയെല്ലാം, ആൾ ഓഫ് ദീസ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി തപ്പിയും തടഞ്ഞും വായിക്കുന്നു അല്ലെങ്കിൽ റീഡിംഗ് ഇൻ സ്റ്റംബിൾഡ് വേ. അടുത്ത 13ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ കാതറിൻ M. ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ജനനസമയത്തുള്ള വികാരം ഏത്? അക്കോർഡിംഗ് ടു കാതറിൻ M. ബ്രിഡ്ജസ്, വാട്ട് കൈൻഡ് ഓഫ് ഇമോഷൻ ഡസ് അപ്പിയർ ഇൻ ബേബി അറ്റ് ബർത്ത്? ഓപ്ഷൻ എ ഡിസ്ട്രസ് അല്ലെങ്കിൽ അസ്വാസ്ഥ്യം. ഓപ്ഷൻ ബി സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ഉല്ലാസം അല്ലെങ്കിൽ ഡിലൈറ്റ്. ഓപ്ഷൻ ഡി ഭയം അല്ലെങ്കിൽ ഫിയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സന്ത്രാസം.
14-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ബന്ധങ്ങളിൽ അസാമാന്യ ശിശുക്കളെ കുറിച്ചുള്ള തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സെലക്ട് ദ ഇറോണിയസ് പെയർ റിഗാർഡിംഗ് എക്സെപ്ഷണൽ ചിൽഡ്രൻ. ഓപ്ഷൻ എ മന്ദപഠിതാക്കൾ, IQ 70-ൽ താഴെ, ആത്മവിശ്വാസമുള്ളവർ. ഓപ്ഷൻ ബി പ്രതിഭാശാലികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ, IQ 130-ന് മുകളിൽ, ഉയർന്ന നിലവാരം. ഓപ്ഷൻ സി മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, IQ 70-ൽ താഴെ, പ്രത്യേക പരിചരണം വേണ്ടവർ. ഓപ്ഷൻ ഡി സർഗപരതയുള്ള കുട്ടികൾ, ക്രിയേറ്റീവ് ചിൽഡ്രൻ, മൗലികതയും പുതിയ ഉൾക്കാഴ്ചയും പ്രകടിപ്പിക്കുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്ലോ ലേണേഴ്സ്, IQ ബിലോ 70, കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ളവർ. 15-ാമത്തെ ചോദ്യം, എറിക് എച്ച് എറിക്സൺ മുന്നോട്ട് വെച്ച മനോസാമൂഹ്യ വികാസത്തിൽ ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത എന്ന പ്രതിസന്ധി ഘട്ടത്തിൻ്റെ പ്രായപരിധി എത്രയാണ്? വിച്ച് ഈസ് ദ ഏജ് ലിമിറ്റ് അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ് കാൾഡ് ഇൻഡസ്ട്രി ഓർ ഇൻഫീരിയോറിറ്റി ഇൻ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എറിക് എച്ച് എറിക്സൺ? ഓപ്ഷൻ എ 1 മുതൽ 3 വയസ്സ് വരെ, ഓപ്ഷൻ ബി 3 മുതൽ 6 വയസ്സ് വരെ, ഓപ്ഷൻ സി 6 മുതൽ 12 വയസ്സ് വരെ, ഓപ്ഷൻ ഡി 12 മുതൽ 18 വയസ്സ് വരെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 6 മുതൽ 12 വയസ്സ് വരെയാണ്. 16-ാമത്തെ ചോദ്യം, മലയാളം വായിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടി അധ്യാപികയുടെ നിർബന്ധത്തിനു വഴങ്ങി വായന തുടങ്ങുകയും മികച്ച വായനക്കാരനാവുകയും ചെയ്തു. ഈ പ്രസ്താവന പഠനത്തെ സ്വാധീനിക്കുന്ന ഏത് ഘടകവുമായി ബന്ധപ്പെടുന്നു? എ ചൈൽഡ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് മലയാളം വാസ് കൺസ്ട്രെയിൻഡ് ബൈ ടീച്ചർ ബിഗാൻ റീഡിംഗ് ആൻഡ് ബിക്കം ഗുഡ് റീഡർ. വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ലേണിംഗ് ഈസ് റിലേറ്റഡ് ടു ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ എ താൽപ്പര്യം, ഇൻട്രസ്റ്റ്, ഓപ്ഷൻ ബി ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ഓപ്ഷൻ സി മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ഡി ബാഹ്യ അഭിപ്രേരണ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബാഹ്യ അഭിപ്രേരണ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അടുത്തത് 18-ാമത്തെ ചോദ്യം, കവിതയ്ക്ക് ഈണം കണ്ടെത്തുന്ന പ്രവർത്തനം നൽകിയ അനു ടീച്ചർ ഗ്രൂപ്പുകളെ വിലയിരുത്തിയതിനു ശേഷം ചില ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത ഈണം കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശം നൽകി. ഈ പ്രവർത്തനം ഏത് വിലയിരുത്തലിന് ഉദാഹരണമാണ്? അനു ടീച്ചർ അസസ്ഡ് ദ ഗ്രൂപ്പ്സ് ആഫ്റ്റർ ഗീവിംഗ് ആക്ടിവിറ്റീസ് ടു ഫൈൻഡ് ദ ട്യൂൺ ഫോർ എ പോയം. സം ഗ്രൂപ്പ്സ് വെയർ ഇൻസ്ട്രക്റ്റഡ് ടു ഫൈൻഡ് ഡിഫറെൻറ്റ് ട്യൂൺസ്. ദിസ് ആക്ടിവിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് അസസ്മെൻറ്റ്? ഓപ്ഷൻ എ പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഓപ്ഷൻ ബി പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഓപ്ഷൻ സി വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അടുത്ത 19-ാമത്തെ ചോദ്യം, പരിസര പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു ആശയം ഗണിത പഠനത്തിന് സഹായിക്കുന്നില്ല. ഈ ആശയം ഏത് തരം പഠനാന്തരത്തിന് ഉദാഹരണമാണ്? ദ നോളജ് അക്വേർഡ് ഫ്രം എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് മേ നോട്ട് ഹെൽപ്പ് ഇൻ ലേണിംഗ് മാത്തമാറ്റിക്സ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? ഓപ്ഷൻ എ ശൂന്യ സംക്രമം, സീറോ ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി ന്യൂന സംക്രമണം അല്ലെങ്കിൽ നെഗറ്റീവ് ട്രാൻസ്ഫർ, ഓപ്ഷൻ സി അധിക സംക്രമണം അല്ലെങ്കിൽ പോസിറ്റീവ് ട്രാൻസ്ഫർ, ഓപ്ഷൻ ഡി അല്പസംക്രമണം അല്ലെങ്കിൽ ലോ ട്രാൻസ്ഫർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സീറോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ശൂന്യ സംക്രമണം. 20-ാമത്തെ ചോദ്യം, സംസ്ഥാപനം, സ്വാംശീകരണം എന്നിവ ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്? അക്കോമഡേഷൻ ആൻഡ് അസിമിലേഷൻ ആർ റിലേറ്റഡ് ടു വിച്ച് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്? ഓപ്ഷൻ എ വൈകാരിക വികാസം, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ബി നൈതിക വികാസം, മോറൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി വൈജ്ഞാനിക വികാസം, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി സാമൂഹ്യ വികാസം, സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. 21-ാമത്തെ ചോദ്യം, അധ്യാപന നൈപുണിയായി യോജിച്ച് പോകാത്ത പ്രവർത്തനം ഏത്?
എമംഗ് ദ ആക്ടിവിറ്റീസ് വിച്ച് ഈസ് നോട്ട് ഇൻ ട്യൂൺ വിത്ത് ടീച്ചർ കോമ്പിറ്റൻസി. ഓപ്ഷൻ എ മാർഗദർശനം നൽകൽ, ഗീവിംഗ് ഗൈഡൻസ്. ഓപ്ഷൻ ബി ആഖ്യാനം നൽകൽ, ഗീവിംഗ് എക്സ്പ്ലനേഷൻ ഓർ ഇൻ്റർപ്രട്ടേഷൻ. ഓപ്ഷൻ സി തെറ്റ് കണ്ടുപിടിക്കൽ അല്ലെങ്കിൽ ഫൈൻഡിങ് ഔട്ട് മിസ്റ്റേക്സ്. ഓപ്ഷൻ ഡി കൈത്താങ്ങ് നൽകൽ അല്ലെങ്കിൽ സ്കഫോൾഡിംഗ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി തെറ്റ് കണ്ടുപിടിക്കൽ അല്ലെങ്കിൽ ഫൈൻഡിങ് ഔട്ട് മിസ്റ്റേക്സ്. അടുത്ത 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ? ഓപ്ഷൻ എ സമ്മാനം ലഭിക്കുവാൻ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നു, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റണ്ണിംഗ് റേസ് ഫോർ ഗെറ്റിംഗ് പ്രൈസ്. ഓപ്ഷൻ ബി ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നു, റീഡിംഗ് എ ഫേവറേറ്റ് ബുക്ക് ഫോർ എൻജോയ്മെൻറ്റ്. ഓപ്ഷൻ സി ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, വർക്കിംഗ് ഫോർ ഗെറ്റിംഗ് സാലറി. ഓപ്ഷൻ ഡി അധ്യാപികയുടെ നിർബന്ധം കാരണം അസൈൻമെൻറ്റ് പൂർത്തിയാക്കുന്നു, കംപ്ലീറ്റിംഗ് ആൻ അസൈൻമെൻറ്റ് ഓൺ കമ്പൽഷൻ ബൈ ദ ടീച്ചർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നു, റീഡിംഗ് എ ഫേവറേറ്റ് ബുക്ക് ഫോർ എൻജോയ്മെൻറ്റ്. 23ാമത്തെ ചോദ്യം, 2 വയസ്സാകുന്നതോടെ ഒരു കുട്ടിയുടെ ഭാഷാവികാസവും ചിന്താവികാസവും ഒന്ന് ചേർന്ന് സംഭവിക്കുന്നു എന്ന വാദം ഉന്നയിച്ചത്? ബൈ ദ ഏജ് ഓഫ് 2 ദ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആൻഡ് തോട്ട് പ്രോസസ് ഓഫ് എ ചിൽഡ്രൻ മെർജസ് ടുഗദർ. ദിസ് ആർഗ്യുമെൻറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി ലെവ് വൈഗോട്സ്കി, ഓപ്ഷൻ സി B.F. സ്കിന്നർ, ഓപ്ഷൻ ഡി E.L. തോണ്ടേക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലെവ് വൈഗോട്സ്കി. 24ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന വളർച്ചാഘട്ടം ഏത്? ഇൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പേഴ്സൺ എക്സ്പീരിയൻസസ് മോർ കോൺഫ്ലിക്ട്സ്? ഓപ്ഷൻ എ ശൈശവം, ഇൻഫാൻസി. ഓപ്ഷൻ ബി കൗമാരം, അഡോളസൻസ്. ഓപ്ഷൻ സി ബാല്യം, ചൈൽഡ്ഹുഡ്. ഓപ്ഷൻ ഡി വാർദ്ധക്യം, ഓൾഡ് ഏജ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്, ഓപ്ഷൻ ബി കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ്. അടുത്ത 25ാമത്തെ ചോദ്യം, തുടർച്ചയായും സമഗ്രവുമായ മൂല്യനിർണ്ണയത്തിന് ഏറ്റവും അനുയോജ്യമായത് ഏത്? വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ? അപ്പോൾ മിക്ക എക്സാമുകളിലും CCE നിന്നുള്ള ടോപ്പിക്കുകൾ ഉണ്ടാകാറുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓപ്ഷൻ എ വിദ്യാലയാധിഷ്ഠിത മൂല്യനിർണ്ണയം, സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ്. ഓപ്ഷൻ ബി കുട്ടികൾ പരസ്പരം നടത്തുന്ന വിലയിരുത്തൽ, പിയർ ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ്. ബാഹ്യ മൂല്യനിർണ്ണയം, എക്സ്റ്റേണൽ അസസ്മെൻറ്റ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല, നൺ ഓഫ് ദ എബോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ വിദ്യാലയാധിഷ്ഠിത മൂല്യനിർണ്ണയം. അടുത്ത 26ാമത്തെ ചോദ്യം, ഏത് നിയമപ്രകാരമാണ് വ്യത്യസ്ത വൈകല്യമുള്ളവർക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി എന്നിവയിൽ സംവരണം സാധ്യമാക്കുന്നത്? വിച്ച് ആക്ട് എൻഷ്യൂർസ് റിസർവേഷൻ ഇൻ ജോബ്സ് ഓർ എഡ്യൂക്കേഷൻ ഫോർ ദ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്? ഓപ്ഷൻ എ PWD ആക്ട്, ഓപ്ഷൻ ബി RTE ആക്ട്, ഓപ്ഷൻ സി മെൻ്റൽ ഹെൽത്ത് ആക്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ PWD ആക്ട് ആണ്. അടുത്ത 27ാമത്തെ ചോദ്യം, പഠന സന്നദ്ധതയ്ക്ക് അനിവാര്യമായ നിർണായക ഘടകം, ദ ഡിറ്റർമിനിങ് ഫാക്ടർ ഫോർ ലേണിംഗ് റെഡിനെസ് ഈസ്? ഓപ്ഷൻ എ പരിപക്വനം മെച്ചുറേഷൻ, ഓപ്ഷൻ ബി അഭിപ്രേരണ മോട്ടിവേഷൻ, ഓപ്ഷൻ സി പരിശീലനം പ്രാക്ടീസ്, ഓപ്ഷൻ ഡി താൽപ്പര്യം ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പരിപക്വനം അല്ലെങ്കിൽ മെച്ചുറേഷൻ. 28ാമത്തെ ചോദ്യം, ഒരമ്മ തൻ്റെ മകൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു, അതേസമയം മകളുടെ ആവശ്യങ്ങൾ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത്? എ മദർ ആൾവേസ് ട്രൈസ് ടു മീറ്റ് ദ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ഹർ സൺ. At the same time, she ignores the genuine needs and demands of her daughter. It can be considered as ഓപ്ഷൻ എ ജെൻഡർ റോൾ, ഓപ്ഷൻ ബി ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം, ഓപ്ഷൻ സി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ലിംഗവിവേചനം, ഓപ്ഷൻ ഡി ജെൻഡർ സെൻസിറ്റിവിറ്റി. ആൻസർ ഓപ്ഷൻ സി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ലിംഗവിവേചനം. അടുത്ത 29ാമത്തെ ചോദ്യം, പഠനത്തെയും പരിപക്വനത്തെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ?
ഓപ്ഷൻ എ പഠനം പരിപക്വനത്തിന് മുന്നുപാധിയാണ്. ലേണിംഗ് ഈസ് പ്രീ കണ്ടീഷൻ ഫോർ മെച്ചുറേഷൻ. ഓപ്ഷൻ ബി പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. ഓപ്ഷൻ സി പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ കോൺട്രഡിക്ടറി. ഓപ്ഷൻ ഡി പഠനവും പരിപക്വനവും ബന്ധമില്ലാത്തവയാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻസ് ആർ അൺറിലേറ്റഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്, അല്ലെങ്കിൽ മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. 30ാമത്തെ ചോദ്യം. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകൻ്റെ കുറിപ്പ്. എ നോട്ട് ബൈ എ ടീച്ചർ വിച്ച് റിവീൽസ് സർട്ടൻ ഇൻസിഡൻസ് ഇൻ ദ ലൈഫ് ഓഫ് എ സ്റ്റുഡൻറ്റ്. ഓപ്ഷൻ എ സഞ്ചിതരേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഓപ്ഷൻ ബി സംഭവ വിവരണ രേഖ അനക്ഡോട്ടൽ റെക്കോർഡ്. ഓപ്ഷൻ സി റേറ്റിംഗ് സ്കെയിൽ. ഓപ്ഷൻ ഡി ചെക്ക് ലിസ്റ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെങ്കിൽ സംഭവ വിവരണ രേഖ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 30 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.